അപ്പം തന്നെ ഒപ്പുവെക്കേണ്ടതാണ്. അതിനകത്ത് വിവേചനാധികാരമൊന്നും ഗവർണർക്ക് ഭരണഘടന നൽകുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ നിലപാട് തെറ്റാണ് എന്നാണ് ഇപ്പോൾ ഈ രാഷ്ട്രപതി അംഗീകാരം നൽകിയതിലൂടെ വ്യക്തമാകുന്നത്. അതിനകത്ത് നിയമത്തിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് വേറെ സംവിധാനമല്ലേ, എക്സിക്യൂട്ടീവ് അല്ലല്ലോ. അത് നിയമത്തിൽ വരില്ലല്ലോ. അതിനല്ലേ സഭയും സംവിധാനമുള്ളത്. സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഭരണനിർവഹണത്തിൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമല്ലല്ലോ. ഇത് നമ്മൾ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിയമം നിയമസഭ പാസ്സാക്കിയാൽ അത് ചർച്ച ചെയ്യുന്നു. കേരളത്തിൻ്റെ പ്രത്യേകത എല്ലാ നിയമങ്ങളും സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കുന്നു, അവർ പരിശോധിക്കുന്നു, തിരിച്ചു വരുന്നു. അത് പാസ്സാക്കിയാൽ 200 പ്രകാരം അത് ഗവർണർ അസന്റ് നൽകണം. രാഷ്ട്രപതിക്ക് അയക്കേണ്ടത് അത് കേന്ദ്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണോ, അല്ലെങ്കിൽ ഭരണഘടന നൽകുന്ന ലെജിസ്ലേറ്റീവ് കോമ്പറ്റൻസി ഇല്ലയോ? ഈ രണ്ട് പ്രശ്നത്തിൽ മാത്രമുള്ള ലിമിറ്റഡായ പവറാണ് ഇതിനകത്തുള്ളത്. അത് അതിന് മുകളിൽ അടയിരുന്നു. ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറയുമ്പോൾ അതിന് പരമാവധി വൈകിപ്പിക്കാൻ നോക്കി. അത് സുപ്രീം കോടതി കർക്കശ നിലപാട് സ്വീകരിക്കുമ്പോൾ എല്ലാം അങ്ങോട്ട് അയച്ചു. അപ്പോൾ അത് നല്ല ഒരു മെസ്സേജ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. മറ്റ് നിയമങ്ങളുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ല എങ്ങനെയാണ് അതിന് ഇവർ ഇൻ്റർപ്രറ്റ് ചെയ്ത്. സാധാരണഗതിയിൽ അത് സംസ്ഥാന നിയമസഭകളുടെ പൂർണ്ണമായ അവകാശത്തിൽപ്പെട്ടതും UGCയുടെ റെഗുലേഷനുമായിട്ട് നിലവിൽ തന്നെ വൈരുദ്ധ്യങ്ങളൊന്നുമില്ലാത്തതാണ്. അല്ല, ഞാനിത് പറഞ്ഞത് ഇത് വെറുതെ ഇങ്ങനെ വച്ച് അപ്പുറത്തും വച്ച് വായിച്ചാൽ പാർലമെൻറ്റ് പാസ്സാക്കിയതിൻ്റെ അതേ സ്ഥാനം തന്നെ ഇപ്പുറത്തുള്ളത്. അപ്പോൾ എങ്ങനെ പിന്നെ ഒരു ഗവർണർക്ക് ഒപ്പിടാതിരിക്കാൻ പറ്റും? നിയമസഭയുടെ അധികാരമാണെന്ന് പാർലമെൻറ്റ് തന്നെ വ്യക്തമാക്കി. ഇപ്പോൾ നോക്കി, ഇടുക്കിയിലെ ഭൂപ്രശ്നം, അതിനെന്ത് കേന്ദ്ര ലാൻഡ് പൂർണ്ണമായിട്ട് സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലേ? അതിൽ ഇതുവരെ അങ്ങോട്ട് അയച്ചിട്ടില്ല, ഒപ്പിട്ടിട്ടില്ല. ഇപ്പോൾ ഒരു നിയമം പാസ്സാക്കിയാൽ പരാതികൾ വന്നെന്ന് വരും. ചിലപ്പോൾ അത് ജുഡീഷ്യറിക്ക് അധികാരമുള്ളത്. അല്ലാണ്ട് ഓരോ ആളും പരാതി നൽകിയാൽ ഈ പരാതി സംബന്ധിച്ച് ആ വിസ്തീർണം ഭരണഘടന വായിക്കാൻ ഈ ഗവർണറുടെ യാത്രയുടെ തിരക്ക് പോലും അദ്ദേഹത്തിന് സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കാം. 167 വായിച്ചാൽ മതി, 1ഉം 2ഉം. ലെജിസ്ലേറ്റീവ് ഇൻറ്റൻറ്റ്, നിയമസഭ അല്ല മന്ത്രിസഭ ബില്ല് അംഗീകരിക്കുന്ന ഘട്ടത്തിലാണ് അത് ഗവർണറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ആ ഘട്ടത്തിലാണ് ഗവർണർക്ക് എന്തെങ്കിലും സംശയമോ വ്യക്തതയോ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ ഘട്ടത്തിലാണ് ഗവർണർ വ്യക്തത വരുത്തേണ്ടത്. ഇത് ആ ഘട്ടത്തിൽ അദ്ദേഹം അറിയുന്നേ ഇല്ല. പിന്നെ നിയമസഭയിൽ വച്ച് കഴിഞ്ഞ് പാസ്സാക്കി കഴിഞ്ഞാൽ അത് അംഗീകരിക്കലല്ലാതെ ഏതെങ്കിലും നിവേദനം വന്നാൽ അത് നേരെ അയച്ചിട്ട് ഇതുമ്പോൾ തീരുമാനമെടുക്കാൻ ഭരണഘടന അങ്ങനെ ഗവർണർക്ക് പ്രത്യേക അധികാരമൊന്നും നൽകുന്നില്ല. അപ്പോൾ ആ ബില്ല് യഥാർത്ഥത്തിൽ ഇടുക്കിയിലെ മാത്രമല്ല കേരളത്തിലെ കർഷക സമൂഹത്തോടുള്ള വലിയൊരു വെല്ലുവിളിയായിട്ട് ഇപ്പോഴും അതിൻ്റെ മുകളിൽ അടയിരിക്കുകയാണ്. അത് വളരെ ഗൗരവമായ പ്രശ്നം. ഒരു തരത്തിലും യൂണിയൻ ഗവൺമെൻറ്റിനോ പാർലമെൻറ്റിനോ ഇടപെടാൻ ഭരണഘടനാപരമായിട്ട് യാതൊരു ഇടമില്ലാത്ത ഒരു സ്ഥലത്ത് ഈ നാടിൻ്റെ പൊതു ആവശ്യത്തിന് മുകളിൽ തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഗൗരവമായ പ്രശ്നമാണ്. ഇതുൾപ്പെടെ ഞങ്ങളിപ്പോൾ 22-ന് സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ കൂടി ഉന്നയിക്കപ്പെടും. അല്ല, ചർച്ച ബില്ല് ഇപ്പം ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇപ്പോൾ പുതിയ സാഹചര്യമൊന്നുമില്ല. ഈ പ്രശ്നം സമാധാനപരമായ അന്തരീക്ഷത്തിലൂടെ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയും ആ തലത്തിൽ തന്നെയുള്ള നിലപാടാണ് ഇതേവരെ സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടിനനുസൃതമായി എല്ലാവരും നിൽക്കുക എന്നതാണ് പ്രധാനം. ഇപ്പോൾ ചർച്ച് ബിൽ ഒരു ബില്ല് സർക്കാരിന് മുൻപിൽ വന്നിരുന്നു. അത് നിയമപരിഷ്കരണ കമ്മീഷൻ്റെയാണ്. അത് ഞങ്ങൾ പൊതു അഭിപ്രായത്തിന് വേണ്ടി അയച്ചിട്ടുണ്ട്. ആ പൊതു അഭിപ്രായം ലഭിച്ചു. അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പിന്നീട് നിലപാട് സ്വീകരിക്കും. ആ നിലപാട് സ്വീകരിക്കുമ്പോൾ പൊതുവെ സർക്കാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മുന്നണികൾ, ബന്ധപ്പെട്ട എല്ലാവരുമായി ചർച്ച ചെയ്ത് ഇതിനകത്ത് സാധ്യമാകുന്ന നിലയിൽ തന്നെയായിരിക്കും ബില്ല് ആവശ്യമാണോ ഇല്ലയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കുന്നത്. എന്തായാലും എല്ലാ വിശ്വാസങ്ങളുടെയും അവരുടേതായ ഓരോ സഭയുടെ മുഖ്യമന്ത്രി പുത്തൻകുരിശ് അസ്തിത്വം സംരക്ഷിക്കാൻ ആവശ്യം നിലപാട് സ്വീകരിക്കും. എന്നാൽ അസ്തിത്വം സംരക്ഷിക്കുന്ന മറ്റാരുടെ അസ്തിത്വം തകർത്തുകൊണ്ടുമായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള ഒരു നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ മുൻപിൽ ഇപ്പോൾ ഒരു ബില്ലും വന്നിട്ടില്ല. ഉള്ളത് പൊതുമണ്ഡലത്തിലേക്ക് കൊടുത്തിട്ടുള്ളതാണ്. അതിന് 10,000-കണക്കിന് അഭിപ്രായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് സർക്കാർ പരിശോധിച്ചു വരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അത്തരം നടപടികൾ, ഇപ്പോൾ സെമിത്തേരി ബില്ല് വന്നല്ലോ, അതേപോലെ എന്തെങ്കിലും നടപടികൾ ആവശ്യമാണെന്ന് വന്നാൽ അത്തരം ഘട്ടത്തിൽ എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക. എല്ലാവരുടെയും അസ്തിത്വം സംരക്ഷിക്കണം. അസ്തിത്വം സംരക്ഷിക്കുമ്പോൾ മറ്റൊരാളുടെ അസ്തിത്വം തകർക്കുക എന്നതും സർക്കാരിൻ്റെ സമീപനമല്ല.